സമ്പദ് സമൃദ്ധിയുടെയും കൂട്ടായ്മയുടെയും ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ സന്ദേശം ഒരിക്കൽ കൂടി ഓർമ്മകളിലേക്കൊക്കെ നമ്മൾ മടങ്ങിയെത്തുകയാണ്. ഇന്ന് ഉത്രാടം, നാളെ തിരുവോണം. ഈ തിരുവോണത്തിന് തലേദിവസം എല്ലാവരും ഒരുക്കങ്ങളെല്ലാം നാളെ ഒരു ദിവസത്തെ ഒരുക്കങ്ങളിലേക്കുള്ള ഓട്ടപ്പാച്ചിലാണ്, ഉത്രാടപ്പാച്ചിലാണ്. ഒരുപാട് ഓണവിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ഓണം ദിവസങ്ങൾ ആശംസിക്കുകയാണ്. ഒപ്പം നമുക്ക് അറിയാം, നമുക്ക് ഒരുപക്ഷെ മലയാളികൾക്ക്, സാധാരണക്കാർക്ക് വളരെ വലിയ ആശ്വാസം ഒരുപക്ഷെ ഓണസമ്മാനമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ നികുതി പ്രഖ്യാപനം. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. നാടെങ്ങും ആഘോഷത്തിമിർപ്പിൽ. സാധാരണക്കാർക്ക് ആശ്വാസമായി നികുതി പ്രഖ്യാപനം. നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ നികുതി ഇളവ്. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതിയില്ല. വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയെ GSTയിൽ നിന്ന് ഒഴിവാക്കി. സിഗരറ്റിനും പാൻ മസാല ഉൽപ്പന്നങ്ങൾക്കും ആഡംബര സാധനങ്ങൾക്കും വില കൂടും. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. പോലീസുകാർ ജോലി ചെയ്യുന്ന സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. KPCC പ്രസിഡന്റ് മർദ്ദനമേറ്റ സുജിത്തിനെ കാണും. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി അതിരൂക്ഷം. പഞ്ചാബിൽ മരണം 37ആയി. യമുന നദിയിലെ ജലനിരപ്പ് ഉയർന്നു. തീരദേശത്തു നിന്ന് നിരവധി പേരെ മാറ്റി. പശ്ചിമ ബംഗാൾ, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ്. കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിലെ വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചു. നരേന്ദ്രമോദിക്കും അമ്മയ്ക്കുമെതിരായ കോൺഗ്രസിന്റെ മോശം പരാമർശത്തിൽ വനിതകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ BJP. ബീഹാറിൽ ഇന്നുച്ചയ്ക്ക് 12 മണിവരെ NDA ബന്ദ്. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് BJP. കേരള ക്രിക്കറ്റ് ലീഗിന്റെ സെമി ലൈനപ്പ് ഇന്നറിയാം. ഉച്ചയ്ക്ക് ശേഷം 2:30-ക്ക് ആലപ്പി റിപ്പിൾസ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. രണ്ടാം മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തമ്മിൽ. കാഫ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ 3-ാം സ്ഥാനത്തിനായി ഇന്ത്യ ഇന്ന് ഇറങ്ങും. മത്സരം അഫ്ഗാനിസ്ഥാനെതിരെ. ഓണവിശേഷങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുൻപ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമുക്കുള്ള ആ ഓണസമ്മാനം, നമുക്ക് മാത്രമല്ല ഇന്ത്യയിലാകെ ഈ പറഞ്ഞതുപോലെ ചരക്ക് സേവന നികുതിയിൽ നിലവിലുള്ള 12, 28 സ്ലാബുകൾ ഒഴിവാക്കി ബഹുഭൂരിപക്ഷം സാധനങ്ങളെയും സേവനങ്ങളെയും 5, 18 സ്ലാബിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതോടെ 175 ഉൽപ്പന്നങ്ങളുടെ വില കുറയുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസുകൾക്ക് നികുതിയില്ല. നേരത്തെ അത് 18%. 18% നികുതി ഉണ്ടായിരുന്ന 33 ജീവൻ രക്ഷാ മരുന്നുകൾ, ഈ ക്യാൻസറിൻ്റേതുൾപ്പെടെയുള്ള 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. ഒപ്പം സിമന്റ്, ഗ്രാനൈറ്റ്, മാർബിൾ എന്നിവയുടെ നികുതി 28-ൽ നിന്ന് 18% മാറ്റിയിട്ടുണ്ട്. ചരക്ക് വാഹനങ്ങളുടെ നികുതി 18% അവശ്യ സാധനങ്ങളുടെ വില കുറയാൻ വഴിയൊരുക്കും. പുകയില, ആഡംബര വസ്തുക്കൾ എന്നിവയുടെ നികുതിയും 40% KK പ്രശാന്ത് തരികയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, അങ്ങേയറ്റം ആശ്വാസകരമായ, ഒരുപക്ഷെ നമ്മൾ മലയാളികൾക്ക് ഓണസമ്മാനമായി, നമുക്ക് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഇന്ത്യ ഒട്ടാകെ ഓണസമ്മാനമായി നമ്മളതിനെ കരുതുന്നു. സാധാരണക്കാരുടെ ജീവിതം കുറച്ചുകൂടി ആയാസകരമാക്കുന്ന നികുതി പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നു. സ്വപ്ന, 2 ദിവസമാണ് ഡൽഹിയിൽ GST കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്നലെ രാത്രി വൈകി GST കൗൺസിൽ യോഗം നിർണായക തീരുമാനങ്ങളെടുത്ത് പിരിയുകയായിരുന്നു. അതിലേറ്റവും സുപ്രധാന തീരുമാനമെന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ 2 സ്ലാബുകളായി GST നികുതി നിരക്ക് മാറ്റി എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനം, ഏറ്റവും സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന തരത്തിലേക്ക് നിർണായക മാറ്റങ്ങൾ GST കൗൺസിൽ വരുത്തി എന്നുള്ളതാണ്. നേരത്തെ മന്ത്രിതല സമിതി ഈ ശുപാർശകൾ മുന്നോട്ട് വെച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 172 ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയുന്ന ഒരു സാഹചര്യം. 175 ഉൽപ്പന്നങ്ങളുടെ നികുതിയാണ് കുറയുന്നത്. ഇനി മുതൽ 5%, 18% സ്ലാബുകൾ മാത്രമാണ് നിലവിലുണ്ട്. പക്ഷേ അതേ സമയത്ത് ഒരു 40% സ്ലാബ് കൂടി നിലനിൽക്കുന്നുണ്ട്. അത് വലിയ
വലിയ രീതിയിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്ലാബുകൾക്ക് വ്യത്യാസമായി വരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. 25% മുകളിൽ നികുതി ഉണ്ടായിരുന്ന പല ഉൽപ്പന്നങ്ങളും ഇനി 40% മുകളിലേക്ക് നികുതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് വലിയ രീതിയിൽ അത് ആഡംബര വസ്തുക്കൾക്കൊക്കെയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനെ സംബന്ധിച്ച് അത് വലിയ രീതിയിൽ തിരിച്ചടിയാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഈ ജീവൻ രക്ഷാ മരുന്നുകളുടെയൊക്കെ തന്നെ നികുതി കുറച്ചത് വലിയ നേട്ടമായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. പ്രത്യേകിച്ച് വലിയ പ്രതിസന്ധി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ ഈ ജീവൻ രക്ഷാ മരുന്നുകളുടെ കാര്യത്തിലൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും സർക്കാരിന്റെ സബ്സിഡികൾ മാത്രമാണ് ഈ മരുന്നുകൾക്ക് ഉണ്ടാകുന്നത്. അതിനൊക്കെ തന്നെ ഈ പുതിയ രീതിയോടുകൂടി തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും. 33 മരുന്നുകൾക്കാണ് ഇത്തരത്തിൽ അത് ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറുന്നത്. ഒപ്പം തന്നെ 350 cc താഴെയുള്ള വാഹനങ്ങളുടെ നികുതിയിലൊക്കെ തന്നെ മാറ്റം വരുന്നു. 1200 cc താഴെയുള്ള വാഹനങ്ങളുടെ നികുതിക്ക് മാറ്റം വരുന്നു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ വാഹന വിപണിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് പാല്, പനീർ അടക്കമുള്ള അവശ്യ വസ്തുക്കളുടെ വിലയിൽ അവയെ GST നിന്ന് ഒഴിവാക്കുന്നു. അങ്ങനെ സാധാരണക്കാർക്ക് വലിയ രീതിയിൽ നേട്ടമുണ്ടാകുന്ന ഒരു നീക്കം തന്നെയാണ് GST കൗൺസിലിന്റെ ഭാഗത്തുനിന്നും കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇനി ഏത് തരത്തിലാണ് സംസ്ഥാനങ്ങൾ ഇതിനോട് പ്രതികരിച്ചെന്ന് കൂടി നമുക്ക് നോക്കേണ്ടി വരും. കേരളത്തിന്റെ കാര്യത്തിൽ കേരളം ലോട്ടറിയുടെ നികുതി വർദ്ധിപ്പിച്ചതിനെ വലിയ രീതിയിൽ എതിർത്തിരുന്നു എന്നുള്ളത് ധനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെയുണ്ട്. 10:30 ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങളെ ഡൽഹിയിൽ കാണുന്നുണ്ട്. ആ സമയത്ത് എന്തായിരുന്നു കേരളത്തിന്റെ ആശങ്ക എന്നുള്ളത് പറയുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ നികുതി ഘടനയിൽ മാറ്റം വരും. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും വരുമാന നഷ്ടമുണ്ടാകും. അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികളില്ല എന്നുള്ളതാണ് BJP ഇതര സംസ്ഥാനങ്ങൾ ആശങ്കയായി ഉയർത്തിയത്. അതേസമയം തന്നെ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരുമെല്ലാം തന്നെ ഈ നീക്കത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് P. ചിദംബരം അടക്കമുള്ള മുൻ ധനകാര്യമന്ത്രിമാരെ ഒക്കെ തന്നെ ഇത് കുറച്ചുകൂടെ വൈകിപ്പോയി എന്നൊരു നിലപാട് മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങൾ പൂർണ്ണമായും തീർച്ചയായും ഇതിന്റെ വിശദാംശങ്ങളെല്ലാം ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രശാന്തി സൂചിപ്പിച്ചതുപോലെ ചരക്ക് സേവന നികുതിയിൽ നിലവിലുള്ള 12-28 സ്ലാബുകൾ ഒഴിവാക്കി ബഹുഭൂരിപക്ഷം സാധനങ്ങളെയും സേവനങ്ങളെയും 5-18 സ്ലാബിലേക്ക് മാറ്റിയിരിക്കുന്നു. വലിയ രീതിയിൽ സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന നമുക്കൊക്കെ ഓണസമ്മാനമായ ആ തീരുമാനം തന്നെയാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. മറ്റു വാർത്തയിലേക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയ്ക്കെതിരായ മോശം പരാമർശത്തെ തുടർന്ന് ബീഹാറിൽ NDA ആഹ്വാനം ചെയ്ത ബന്ദ് തുടങ്ങി. സംസ്ഥാന വ്യാപക ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് 7 മണിക്ക് തുടങ്ങിയ ബന്ദ് ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമായി ദർഭംഗയിലെ പൊതുയോഗത്തിലാണ് നരേന്ദ്രമോദിക്കും അമ്മയ്ക്കുമെതിരെ RJD കോൺഗ്രസ് വേദിയിൽ അധിക്ഷേപ മുദ്രാവാക്യങ്ങൾ മുഴക്കിയത്. പാരമ്പര്യസമ്പന്നമായ ബീഹാറിൽ നിന്ന് തന്റെ അമ്മയ്ക്കെതിരെ അപമാനകരമായ പരാമർശങ്ങൾ ഉണ്ടായത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. അപമാനം എൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല, രാജ്യത്തെ എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും നേരെയാണ്. പരേതയായ മാതാവിനെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴച്ചതിന് ബീഹാറിലെ സ്ത്രീകൾ RJDക്കും കോൺഗ്രസിനും മാപ്പ് നൽകില്ലെന്നും മോദി പറഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദുരിതപ്പീത്ത് തന്നെയാണ്. സംസ്ഥാനങ്ങളിൽ കനത്ത മഴയാണ്. പഞ്ചാബിൽ 37 പേർ മരിച്ചു. 1988 ശേഷമുള്ള ഏറ്റവും വലിയ പ്രളയമാണ് പഞ്ചാബ് നേരിടുന്നത്. സംസ്ഥാനത്തെ 23 ജില്ലകളിലും ദുരന്തം ബാധിച്ചിട്ടുണ്ട്. 1400 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ രക്ഷാസേനകൾ രക്ഷാപ്രവർത്തനം തുടരുന്നു. 3 ലക്ഷം ഏക്കർ കൃഷിസ്ഥലത്തിലും വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന 20,000 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അപകട മേഖലകളിൽ താമസിക്കുന്നവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. മൊഹാലി, ഫിറോസ്പൂർ, കപൂർത്തല തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറ്റവും അധികം വെള്ളപ്പൊക്കം ബാധിച്ചത്. യമുന നദിയിലെയും ജലനിരപ്പ് ഉയർന്നു. തീരദേശത്തു നിന്ന് നിരവധി പേരെ മാറ്റി. പശ്ചിമ ബംഗാൾ, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിലെ വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുകയാണ്. പോലീസുകാർ ജോലി ചെയ്യുന്ന സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. അതേസമയം KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ മർദ്ദനമേറ്റ സുജിത്തിനെ കാണും. ഹരീഷ് ചേരുകയാണ് വിവരങ്ങളുമായി. ഹരീഷ്, കഴിഞ്ഞ ദിവസം നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. ഒരുപക്ഷെ ഈ 3-ാം മുറയൊക്കെ പോലീസ് സ്റ്റേഷനുകൾ അവസാനിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഒരു യുവാവിൻ്റെ, അല്ലെങ്കിൽ അത് പ്രതി ആരും ആയിക്കൊള്ളട്ടെ, ആ ചെവി അടച്ച് കേൾവിയില്ലാതാക്കുന്ന തരത്തിലേക്കൊക്കെ മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് അനുവദനീയമായതിനും അപ്പുറമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ജനാധിപത്യ കാലത്തും ജനകീയ പോലീസ് എന്നൊക്കെ ഈ ഉറച്ചു പറയുന്ന ഈ കാലത്തും. എന്തായാലും വലിയ രീതിയിൽ കോൺഗ്രസ് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം? സ്വപ്ന, തീർച്ചയായും അതുതന്നെയാണ്. കഴിഞ്ഞ ദിവസവും കോൺഗ്രസ് അത്തരത്തിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടായിരുന്നു. അതൊരു തുടക്കം മാത്രമാണ്, ഈ പ്രതിഷേധത്തിന്റെ തുടക്കം മാത്രമാണ് എന്നാണ്
ഈ കോൺഗ്രസ് ജില്ലാ നേതൃത്വവും പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ഇന്ന് പ്രമുഖ നേതാക്കളടക്കം ഇന്ന് ഈ ഒരു സുജിത്തിനെ സന്ദർശിക്കാനായി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും കോൺഗ്രസ് ഇത് കാര്യമായി തന്നെ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോഴും നിലവിൽ ഈ ഒരു ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ക്രൂരമായി തന്നെ ഒരു പൊതുപ്രവർത്തകനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, ഈ ഒരു SI ന്യൂമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉദ്യോഗസ്ഥർ ഈ ക്രൂരമായി ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. മർദ്ദനത്തിൽ വലിയ രീതിയിൽ ഇയാൾക്ക് പരിക്കേൽക്കുകയും കേൾവി ശക്തിക്കടക്കം ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം, വ്യാജ FIR ഒക്കെ കൂട്ടിച്ചേർത്ത് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായിരുന്നു. ഇയാൾ മദ്യപിച്ചിരുന്നു എന്നടക്കം വ്യാജമായി പറഞ്ഞായിരുന്നു ഇത്തരത്തിലുള്ള ഒരു FIR തയ്യാറാക്കാൻ ശ്രമിച്ചത്. അന്നു മുതൽ തന്നെ നിരവധി പരാതി നൽകിയിരുന്നെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ സഹകരണവും ഉണ്ടായി. മാത്രമല്ല ഈ കേസ് ഒതുക്കി തീർക്കാനും വഴിതിരിച്ചുവിടാൻ ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും നടത്തിയത്. അതുകൊണ്ടാണ് 2023 നടന്ന സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഈ ഇത്രയും വർഷത്തിന് ശേഷമാണ് പുറത്തു വന്നത്. അതും ഈ മനുഷ്യാവകാശ കമ്മീഷന്റെയും വിവരാവകാശത്തിലേക്കും ഇടപെടൽ മൂലമാണ് ഈ ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഈ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുന്നത്. പ്രധാന നേതാക്കളടക്കം ജില്ലയിലേക്ക് എത്തുകയും സുജിത്തിനെ സന്ദർശിക്കുകയും ചെയ്യും. മാത്രമല്ല നിലവിൽ ഈ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനുകളിലേക്കെല്ലാം ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം. ഒരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. ഒരു പൊതുപ്രവർത്തകരെ ഇത്തരത്തിലാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് പ്രതിഷേധക്കാരും അതുപോലെ നാട്ടുകാരും ഒക്കെ തന്നെ ചോദിക്കുന്ന ഒരു കാര്യം. അതിന്റെ ഒരു സൂചന എന്നോളമാണ് കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയത്. വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ. തീർച്ചയായും സാധാരണക്കാരടക്കം അത് തന്നെയാണ് ചോദിക്കുന്നത്. ഒരു പ്രതിയാകട്ടെ, എന്നാലും ഇങ്ങനെ ഈ തരത്തിലൊക്കെ പോലീസ് സ്റ്റേഷനുകൾ ഇപ്പോഴും മർദ്ദന മുറകളെല്ലാം തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന CCTV ദൃശ്യങ്ങൾ. ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് മെഡിക്കൽ കോളേജിന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അംഗീകാരം ലഭിച്ചതിലൂടെ യാഥാർത്ഥ്യമായത് ജില്ലയുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ്. 2013 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നു മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടത്. നിലവിൽ ന്യൂറോളജി, നെഫ്രോളജി, OP വിഭാഗങ്ങളടക്കം പ്രവർത്തിച്ചു വരുന്ന കാസർഗോഡ് ഉക്കിനടുക്കയിലെ മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനത്തിന് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി ലഭിച്ചത് ആരോഗ്യ മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന ജില്ലയ്ക്ക് വലിയ ആശ്വാസമായി മാറും. 50 കുട്ടികൾക്കാണ് പ്രവേശനം ലഭിക്കുക. NMC മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അക്കാദമിക് സൗകര്യങ്ങളും ഒരുക്കിയതിലൂടെയാണ് അംഗീകാരം നേടിയെടുത്തത്. മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി ഫണ്ടിൽ നിന്നും 160 കോടിയുടെ ഭരണാനുമതിയായിട്ടുണ്ട്. 29 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഹോസ്റ്റലിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഈ അധ്യയന വർഷം തന്നെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടമാണ്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 4 ജില്ലകളിലാണ് നമുക്ക് പുതുതായിട്ട് മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ കഴിഞ്ഞത്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും, ഇപ്പോഴിതാ വയനാടും കാസർഗോഡും. മെഡിക്കൽ കോളേജ് ആശുപത്രി ബ്ലോക്കിന്റെ നിർമ്മാണങ്ങളും പുരോഗമിക്കുകയാണ്. ജില്ലയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെ വിദഗ്ധ ചികിത്സ ലഭിക്കാതെ ദുരിതം നേരിടുന്ന സാഹചര്യങ്ങൾ നിരവധിയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോകാൻ ദേവസ്വം ബോർഡും സർക്കാരും. അതേസമയം ഇതിന് ബദലായി വിശ്വാസ സംഗമം നടത്താനുള്ള ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനം വന്നതോടെ കരുതലോടെ നീങ്ങാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. NSS, SNDP ഉൾപ്പെടെ എല്ലാ ഹൈന്ദവ സംഘടനകളെയും വിശ്വാസത്തിലെടുത്താണ് അയ്യപ്പ സംഗമം നടത്തുക. വിവരങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്, സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ അയ്യപ്പ സംഗമം എന്ന നിലപാടുമായി ഒരുപക്ഷെ സർക്കാരും ദേവസ്വവും ഒക്കെ മുന്നോട്ട് പോകുന്നു. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഡ്രാമ തന്നെയാണ്. കൃത്യമായി അതിലുള്ള ആശങ്ക തന്നെയാണ് ഇതിന് ബദലായി ഒരു വിശ്വാസ സംഗമം നടത്താം എന്ന നിലപാടിലേക്ക് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഒരു തീരുമാനം വന്നത്. എന്തൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്ന കാഴ്ചകൾ?
സ്വപ്ന 20-ാം തീയതിയാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അത് ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ് എന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ സ്വാഗത സംഘം ഓഫീസ് രൂപീകരണം അടക്കമുള്ള പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ അതിലേക്ക് എത്തേണ്ട ആളുകളെ ക്ഷണിക്കുന്നതിനായി ആളുകളുടെ ക്ഷണം അടക്കം ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിവിധ സ്ഥലങ്ങളിലെത്തി വിവിധ ആളുകളെ ക്ഷണിക്കുക. ഇന്ന് NSSനെയും അതുപോലെ SDP അടക്കമുള്ള സാമുദായിക സംഘടനകളുടെ ആളുകളെയും ഉന്നത ആളുകളെയൊക്കെയും എത്തി കണ്ടുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവരെ ആഗോള അയ്യപ്പ സംഗമത്തിൽ 20-ാം തീയതി പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും SNDPയും അതുപോലെ തന്നെ NSS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അവർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയത്താണ് കഴിഞ്ഞ ദിവസം UDF യോഗം ചേർന്നുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്നൊരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിൽ കുറച്ച് ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നേക്കെത്തിയത്. അതിന് മറുപടി നൽകിയാൽ മാത്രം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം എന്നൊരു നിലപാട് മാത്രമാണ് UDF എടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ VD സതീശനെ ഔദ്യോഗിക വസതിയിലെത്തി ക്ഷണിക്കാനെത്തിയിരുന്നുവെങ്കിലും അതിന് സമയം നൽകാത്ത ഒരു സാഹചര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് VD സതീശൻ തിരിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ അദ്ദേഹം അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. തന്റെ ഓഫീസിലെത്തി താൻ അറിയാതെ തന്റെ ഓഫീസിലെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തുകയായിരുന്നു എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. എന്തുതന്നെയായാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി തന്നെയാണ് ഇപ്പോൾ ഭക്തസംഗമം ഒരുക്കാനായി ഹിന്ദു ഐക്യവേദിയും അതുപോലെ തന്നെ ശബരിമല കർമ്മസമിതി അടക്കമുള്ളവർ തയ്യാറെടുത്തിരിക്കുന്നത്. അത് പമ്പയിലാണ്, അത് പന്തളത്താണ്. 22-ാം തീയതി പന്തളത്ത് ഇത്തരത്തിലൊരു ഭക്തസംഗമം, അയ്യപ്പ ഭക്തസംഗമം ഒരുക്കാനാണ് അവർ തയ്യാറെടുത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഭക്തരുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ അത് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ അയ്യപ്പ സംഗമവും വിശ്വാസ സംഗമവും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിന്റെ ചുവട് പിടിച്ച് നടത്തുന്നു. ഇന്ന് ഉത്രാടപ്പാച്ചൽ. ഒരുപക്ഷെ തിരുവോണത്തിന് മുൻപ് ഈ ഓണത്തിൻ്റെ ആവേശം പരകോടിയിലെത്തുന്നത് ഉത്രാട ദിനത്തിലാണ്. നഗരത്തിലും നാട്ടിന് പുറത്തും ആവശ്യക്കാർ നിരത്തിലേക്ക് ഒഴുകിയെത്തുന്ന മണിക്കൂറുകളാണ് നമുക്കിനി കാണാൻ സാധിക്കുക. പൂക്കൾ മുതൽ വസ്ത്രവും ഓണത്തപ്പനും കലങ്ങളും പാത്രങ്ങളും ഉൾപ്പെടെ നിരത്തിവെച്ച ഓണവിപണിയിലേക്ക് ഇറങ്ങുന്നത് തന്നെ മലയാളികൾക്ക് ഒരുതരം വല്ലാത്ത ആവേശമാണ്. ഒന്നാം ഓണമായ ഉത്രാടം തിരക്കിലേക്ക് എത്തുകയാണ്. തിരുവനന്തപുരം ചാല മാർക്കറ്റും പൂവിപണിയിലാണ് രാവിലെ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രജിത് ചേരുകയാണ്. രജിത്, പൂവിനൊക്കെ തൊട്ടാൽ പൊള്ളുന്ന വിലയാണെങ്കിൽ കൂടിയും നാളെ ഒരു ദിവസത്തെ ആ തിരുവോണത്തപ്പനെ വരവേൽക്കാനുള്ള ആ ഒരുക്കങ്ങൾ, പൂ വാങ്ങാനുള്ള ഒരുക്കങ്ങൾ വലിയ വിലയാണല്ലോ അല്ലേ പൂക്കൾക്കൊക്കെ. മാത്രമല്ല ചാലയിൽ എനിക്ക് തോന്നുന്നു തിരക്കൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. തീർച്ചയായും രാവിലെ ചാല മാർക്കറ്റിലാണ് നമ്മളുള്ളത്. അവിടെ നമുക്കറിയാം ഇപ്പൊ പൂ വിപണിയുടെ ഭാഗത്താണ് നമ്മളുള്ളത്. ഇവിടെ ആളുകളുടെ തിരക്കൊക്കെ അല്പം മുമ്പ് നല്ലൊരു തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും തുടർച്ചയായി ആളുകൾ വന്ന് പൂ മേടിക്കുന്ന ഒരു സാഹചര്യമില്ല. എങ്കിൽ തന്നെയും രാവിലെ പൂവിന്റെ തിരക്ക്, പൂ മേടിക്കുന്നതിനുള്ള തിരക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉത്രാട ദിനത്തിൽ വിവിധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഓണാഘോഷങ്ങളും ക്ലബ്ബുകളുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ ഇന്ന് മുതൽ തന്നെ ആരംഭിക്കുകയാണ്. നാളെയാണ് തിരുവോണ ദിനത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആഘോഷ പരിപാടികൾ നടക്കുന്നതെങ്കിൽ ഇന്ന് അതിന്റെ തിരക്കിന്റെ ഭാഗമായി തന്നെയുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് ആളുകളൊക്കെയും ഉള്ളത്. ഇന്ന് പൂവിപണി വളരെ സജീവമായി തന്നെ ഇവിടെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. എന്തുതന്നെയായാലും പൂവിപണി രാവിലെ വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഇപ്പോൾ ക്ലബ്ബ് കാര്യങ്ങൾ ചെറിയ ഉത്രാടല്ലേ അതുകൊണ്ട് വരുന്നുണ്ട്, പോകുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ വിലയൊക്കെ ആളുകൾ ഇപ്പൊ ഇത്തവണ വ്യത്യാസമുണ്ട്? ആളുകൾ വരുന്നത് അവർ ചോദിക്കുന്നത് ഇത്ര രൂപയ്ക്ക് സാധനം വേണമെന്ന് ചോദിക്കും, ആ പൈസയ്ക്ക് സാധനം കൊടുക്കും. ഏത് രീതിയിലാണെങ്കിലും നമുക്ക് പറ്റും. 500 രൂപയ്ക്ക് വേണമെന്ന് ചോദിച്ചാൽ 500 രൂപയ്ക്ക് കൊടുക്കാം, 1000 രൂപയ്ക്ക് വേണമെങ്കിൽ 1000 രൂപയ്ക്ക് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്താണ് എല്ലാം വരും അതിനകത്ത്. ചോദിക്കും വീട്ടിലത്തെ ഇടാനാണോ ക്ലബ്ബാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ സാമ്പത്തികമാണല്ലോ, വില കളക്ഷനാണല്ലോ, അപ്പോൾ അതനുസരിച്ച് കൊടുക്കും. ഇതിന്റെ വില എങ്ങനെയാണ്? ആളുകൾ ഇപ്പൊ വിലയിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടോ? വില ചോദിക്കും, ഓരോരുത്തർക്കും ഓരോ വിലയും. അങ്ങനല്ല ഞാൻ ചോദിക്കുന്നത്, ഈ സാധനങ്ങൾ എത്തിയ ഇപ്പൊ ശരിക്കും തമിഴ്നാട്ടിൽ നിന്നാണല്ലോ. അല്ല, അവിടുത്തെ ആ വില മാർക്കറ്റിൽ പൊതുവെ ഉണ്ടല്ലോ, ആ വില തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പം അതിനകത്ത് ഞങ്ങൾക്കുള്ളത് മാറും. തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാനമായും പൂ വരുന്നത്. ഇപ്പോഴും പൂക്കൾ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയും. വിവിധ സ്ഥലങ്ങൾ രണ്ടു വശങ്ങളിലുമായി പൂ വിപണി സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ചാല മാർക്കറ്റിൽ നിരവധി പേരാണ് എത്തുന്നത്, ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തുതന്നെയായാലും പൂ വിപണി സജീവമാകുന്നതോടൊപ്പം തന്നെ മറ്റു വിപണികളും ഇനി വരും മണിക്കൂറുകളിൽ ഏറെ സജീവമായി തന്നെ ആവുകയും ചെയ്യും.
തീർച്ചയായും എല്ലാ ഒരുക്കങ്ങളും അവസാന വട്ടത്തിലേക്ക് എല്ലാം എത്തിയോ കിട്ടിയോ എന്നൊക്കെ അറിയാനുള്ള മണിക്കൂറുകളാണ് ബാക്കി നിൽക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ 10 ദിവസമൊന്നും അത്തമിട്ടില്ല എങ്കിൽ കൂടിയും ഈ തിരുവോണ ദിനത്തിന് അത്തമിടുന്ന ഒരുപാട് പേരുണ്ട്. അവരെ കൂടി ലക്ഷ്യം വെച്ചാണ് രാവിലെ പൂവിപണി സജീവമാണ്. തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും ഈ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് പൂക്കളത്തിനും ആർട്ടിഫിഷ്യൽ പൂക്കളം അതിലേക്കൊക്കെ നമ്മൾ മാറുന്നതിനുള്ള ഒരു കാരണം. മറ്റൊരു ഓണവിശേഷത്തിലേക്ക് തിരുവോണത്തിന് കുറച്ച് സമയം മാത്രമാണ്. നമുക്കറിയാം തൃശ്ശൂർ കൊടകര കുംഭാരത്തിരവിലെ വീടുകളിൽ തൃക്കാക്കരയപ്പൻ്റെ നിർമ്മാണം തകൃതിയായി തുടരുകയാണ്. തിരുവോണനാളിൽ വീടുകളിൽ പ്രതിഷ്ഠിക്കാനായുള്ള വിവിധ വലിപ്പത്തിലുള്ള തൃക്കാക്കരയപ്പനെയാണ് ഇവർ കളിമണ്ണിൽ ഒരുക്കിയെടുക്കുന്നത്. വർഷങ്ങളായി തൃക്കാക്കരയപ്പൻ നിർമ്മാണത്തിൽ വൈഭവം തെളിയിക്കുന്നവരാണ് കുംഭാരത്തിരവിലെ നിവാസികൾ. കർക്കിടകം പിറക്കുന്നത് മുതൽ തന്നെ കൊടകരയിലെ കുംഭാര സമുദായക്കാരുടെ കുടുംബങ്ങളിൽ തൃക്കാക്കരയപ്പൻ നിർമ്മാണം ആരംഭിക്കും. ഓരോ വീടുകളിലും നൂറുകണക്കിന് ചെറുതും വലുതുമായ കളിമൺ രൂപങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത്. പാടങ്ങളിൽ നിന്ന് കളിമണ്ണ് എടുക്കാനാവാത്തതിനാൽ അരച്ചെടുത്ത കളിമണ്ണ് ഓട്ട് കമ്പനികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാണ് ഇവരുടെ തൃക്കാക്കരയപ്പൻ നിർമ്മാണം. 5 ഇഞ്ച് മുതൽ 3 അടി വരെ ഉയരമുള്ള തൃക്കാക്കരയപ്പനെ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഉയരം കുറഞ്ഞവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതലെന്ന് ഇവർ പറയുന്നു. അപ്പോൾ എല്ലാ വർഷത്തെ മാതിരി തന്നെ ഇപ്രാവശ്യം വില കുറവാണ്. മണ്ണിന് വില കൂടി, പിന്നെ പെയിൻറ്റ് എല്ലാ സാധനങ്ങൾക്കും വില കൂടി. ഇത് കാരണന്മാരായി ആയിട്ട് പണിത് ഇറക്കുന്ന സംഭവമാണ് തൃക്കാക്കരയപ്പൻ ഓണത്തിന്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും ചെറുത് തൊട്ട് 5 ഇഞ്ച് തൊട്ട് 16 ഇഞ്ച് വരെയുള്ള സാധനം എൻ്റെ അടുത്ത്. അതിനും വലുത് പണിയുന്നവരുണ്ട്. അതിനുള്ള വിലകളൊന്നും കിട്ടണില്ല. കഴിഞ്ഞ കാലത്തെ വിലകൾ പോലും ചോദിക്കണില്ല ഇപ്പോൾ ആൾക്കാർ. വലിപ്പം കൂടിയവയ്ക്ക് ആവശ്യക്കാർ കുറവാണ്. അതുകൊണ്ട് തന്നെ ഓർഡർ കിട്ടിയെങ്കിലേ ഉയരം കൂടിയവ നിർമ്മിക്കാറുള്ളൂ. വലിപ്പത്തിനനുസരിച്ച് 50 രൂപ മുതൽ 300 രൂപ വരെ വിലയ്ക്കാണ് ഇവ വിൽക്കുന്നത്. ഓണക്കാലത്തെ IRDP മേളയിലും ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ നിരത്തോരങ്ങളിലും കടകളിലും തുടങ്ങി മാളുകളിൽ വരെ കൊടകരയിൽ നിന്നുള്ള കളിമൺ തൃക്കാക്കരയപ്പൻ എത്തുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും വീട്ടുമുറ്റത്ത് ഒരുമിച്ചിരുന്നാണ് നിർമ്മാണം നടത്തുന്നത്. ഉണക്കിയ ശേഷം വിവിധ ഡിസൈനുകളും ചായവും കൊടുത്ത് ഇവ അലങ്കരിക്കും. പണ്ടൊക്കെ ഓട്, ഇഷ്ടിക എന്നിവ പൊടിച്ചു ചേർത്തുണ്ടാക്കുന്ന ചായമടിച്ചാണ് തൃക്കാക്കരയപ്പനെ ഒരുക്കുന്നതെങ്കിൽ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പെയിന്റാണ് ഉപയോഗിക്കുന്നത്. ജില്ലയ്ക്ക് പുറത്തു നിന്നുവരെ ആളുകൾ കൊടകരയിലെ തൃക്കാക്കരയപ്പനെ അന്വേഷിച്ച് എത്താറുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. ഈ ഓണക്കാലത്ത് സമ്മാന സമൃദ്ധിയുമായി എത്തുന്ന അമൃത TV-യുടെ നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം എന്ന വാച്ച് ആൻഡ് വിൻ സമ്മാന പദ്ധതിയിൽ 1 ലക്ഷം രൂപയുടെ മെഗാ സമ്മാനം കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയത് കണ്ണൂർ സ്വദേശിനി സുലജ K ആണ്. സുലജയുടെ പ്രതികരണത്തിലേക്ക്. കണ്ണൂരിൽ നിന്നുള്ള കെ സുജലയാണ് മെഗാ വിന്നർ. സുജലയ്ക്ക് വലിയ 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 ആശംസകൾ. സുജലയെ ഞങ്ങൾ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സുജലയെ ആ ഫോണിൽ കൂടി തന്നെ ആ ഒരു സർപ്രൈസ് അറിയിക്കാം എന്നാണ് വിചാരിച്ചത്. സുജല ടെൻഷൻ കൊണ്ടാണോ എന്നറിയില്ല, കട്ട് ചെയ്ത് പോയി എന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും മെഗാ വിന്നറാണ്. അമൃത TV-യുടെ നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം സമ്മാന പദ്ധതിയിലെ മെഗാ വിന്നറായ സുജല ഫോണിൽ കിട്ടിയിട്ടുണ്ട്. സുജല, ഹലോ. ഞാൻ സർപ്രൈസ് ആയിട്ട് ഈ കാര്യം ഒന്ന് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്, കളഞ്ഞില്ലേ? ഹലോ ഹലോ, സുജലയാണ് മെഗാ വിന്നർ. അറിഞ്ഞോ? അറിഞ്ഞു. 1 ലക്ഷം രൂപയുടെ മെഗാ വിന്നർ. കൺഗ്രാറ്റ്സ്. താങ്ക് യു. എത്ര സന്തോഷമുണ്ട്. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. സുജല എന്താ ചെയ്യുന്നേ? ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാനൊരു വീട്ടമ്മയാ. വീട്ടമ്മ ഒന്നും ചെയ്യാത്ത ആളാണോ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ലേ. എന്തായാലും ഈ 1 ലക്ഷം രൂപ വെച്ച് എന്താണ് ചെയ്യാനായിട്ടുള്ള പ്ലാൻ? അയ്യോ, ഇപ്പൊ പെട്ടെന്ന് ചോദിക്കുമ്പോ എന്താ പറയണ്ടേന്ന് കിട്ടുന്നില്ല. എന്തായാലും ഓണ സമ്മാനം ഗംഭീരമായില്ലേ? അതാണ് എനിക്ക് അറിയാനുള്ളത്. അതെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഭർത്താവ് ഗൾഫിലാണ്, ദുബായി. മോള് പോണ്ടിച്ചേരി BSc നേഴ്സിംഗിന് പഠിക്കുന്നത്. മോൻ +1 പഠിക്കുന്നത്. അപ്പൊ പിന്നെ പഠനാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാമല്ലോ. എന്തായാലും വലിയ കാര്യമല്ലേ. അമൃത TV-യുടെ ഏതൊക്കെ പരിപാടികൾ കാണാറുണ്ട്? കൂടുതൽ കാണുന്നത് സന്ധ്യാദീപം. നമ്മൾ സന്ധ്യക്ക് വിളക്ക് വെക്കുന്ന സമയത്ത് അത് വെക്കലുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ കോമഡി മാസ്റ്റേഴ്സ് കാണലുണ്ട്. പിന്നെ സൂപ്പർ സ്റ്റാർ കാണലുണ്ട്. അതെ, നമ്മുടെ ഒരു പ്രത്യേകതയും അത് തന്നെയാണല്ലോ. പല തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് അല്ലെ. ഈ സന്ധ്യാദീപം പോലെ അങ്ങനെ സ്പിരിച്വൽ ആയിട്ടുള്ള പ്രോഗ്രാം, അത് കഴിഞ്ഞ് തമാശ അല്ലെ, എല്ലാം കലർന്നുള്ളൊരു പാക്കേജാണ് അമൃത TV എന്ന് പറയുന്നത് അല്ലേ.
എന്തായാലും ഓണനാളുകളിൽ മുഴുവനും ഈ സമ്മാന പെരുമഴ തുടരും. ഒരുപക്ഷെ ഇന്നത്തെ വിജയി നിങ്ങളായിരിക്കാം. പ്രതീക്ഷയുടെ ഈ പൊന്നോണക്കാലത്ത് സമ്മാന നേട്ടത്തിൻ്റെ സന്തോഷം പ്രേക്ഷകരെ കാത്തിരിക്കുകയാണ്. അമൃത TV നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. എല്ലാ വിജയികൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. റിപ്പോർട്ടറുടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.